കുറച്ച് ദിവസം മുമ്പേ ശബരിമലയിൽ ദിലീപ് പോയി. അവിടെ ദിലീപിന് VIP പരിഗണന കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങ് അലക്കി. പിന്നെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ദിലീപ് ആയിപ്പോയത് കൊണ്ടാണ് എത്രയോ നടന്മാർ പോയിരിക്കുന്നു, അവർക്കെല്ലാം VIP പരിഗണന കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പം ദിലീപിനെ ദിലീപ് എന്ത് ചെയ്താലും, ഇപ്പം ദിലീപ് ക്യൂ നിന്ന് പോയാലും അത് ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ദിലീപ് എന്ത് ചെയ്താലും ദിലീപ് പ്രശ്നമാണ്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറയത്തില്ലേ, അമ്മായിയമ്മയ്ക്ക് അടുപ്പിലും ആകാം, മരുമക്ക് മുറ്റത്തുമാകാൻ പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ് ദിലീപിൻ്റെ കാര്യം. ദിലീപ് എന്ത് ചെയ്താലും ഒരു കുറ്റമാണ്, നല്ലതൊന്നും കാണത്തില്ല. ചില മാധ്യമങ്ങൾ തിരഞ്ഞു പിടിച്ചിങ്ങനെ ദിലീപിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശബരിമല പോയായിരുന്നു. ആ ശബരിമല പോയതിന് അതിനകത്ത് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്. ശബരിമല പോയതിന് മുമ്പായിട്ട് VD സതീശൻ താടി വടിച്ചു. ചിലപ്പം പുള്ളിയുടെ താടി കിളിക്കാത്തത് കൊണ്ടായിരിക്കും. എത്രയോ പേർക്ക് താടി കിളിക്കാത്തവരുണ്ടല്ലേ. അത് അങ്ങനെ ചില കമൻറ്റുകൾ ഇടുന്നത് കണ്ടു. അത് ചിലവർക്കൊക്കെ ഇതാണ്. അതുപോലെ തന്നെ 41 ദിവസം വ്രതം എടുക്കണമെന്ന കാര്യമില്ല. ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണ് 41 ദിവസം വ്രതം എടുത്തൊക്കെ പോകുന്നത്. ബാക്കി എല്ലാവരും സാധാരണ രീതിയിലുള്ള വ്രതമൊക്കെ എടുത്താണ് പോകുന്നത്. പണ്ടത്തെ രീതിയൊന്നും അല്ലല്ലോ. ഇപ്പം ശബരിമലയിൽ പോയപ്പം VD സതീശൻ ഷേവ് ചെയ്തു എന്നൊക്കെയുള്ള ചില ബാലിശ്യമായ കമൻറ്റുകൾ അതിൻ്റെ ഇടയിൽ കണ്ടു. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. VD സതീശൻ ശബരിമലയിൽ പോന്നു, ഞാൻ അതിൻ്റെ ഇടയ്ക്കിട്ടേക്കാം. അപ്പോൾ അതും പ്രകാരം നടന്നു തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. പോയി കഴിയുമ്പം ശബരിമലയുടെ അടുത്ത് പുള്ളി നിൽക്കുന്നുണ്ട് മല കയറാൻ വേണ്ടി. 18ാം പടി, മലയല്ല 18ാം പടി കയറാൻ വേണ്ടി പുള്ളി നിൽക്കുന്നുണ്ട്. ഭക്തരുടെ കൂടെ തന്നെ ക്യൂവിലാണ് നിൽക്കുന്നത്. അപ്പം അതിനിടയിൽ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കയറ്റി വിടട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട, ഞാൻ ഇവരുടെ കൂടെ കയറി പോയിക്കോളാം എന്ന് പറയുന്നു. പുള്ളി സാവധാനം കയറി പോകുന്നുണ്ട്. അതുവരെ എല്ലാം ഓക്കെ. എന്നിട്ട് അകത്ത് ചെല്ലുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട കാര്യം. ഇനി ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിച്ചു. പുള്ളി അവിടെ കയറുന്നു. പുള്ളിക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. പുള്ളി തലയൊക്കെ ഒഴിയുന്നൊക്കെയുണ്ട്. അതുപോലെ പ്രസാദം മേടിക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്. മിനിറ്റുകൾ പുള്ളി അവിടെ ഈ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ പുറകിൽ കൂടെയൊക്കെ ഭക്തർ ഇങ്ങനെ, സാധാരണ ഭക്തർ ഇങ്ങനെ നിൽക്കാൻ പോലും സമ്മതിക്കാതെ അവരെ തെള്ളി മാറ്റുന്നുണ്ട്. അതിപ്പോൾ ഈ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ദർശനം കൊടുക്കണ്ടേ. ദർശനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ ആൾക്കാരിങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് തെള്ളി മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലേ. പക്ഷേ VD സതീശൻ കഴിഞ്ഞ ദിവസം ദിലീപിന് കിട്ടിയ ആ പരിഗണന തന്നെ VD സതീശന് കിട്ടുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത്, VD സതീശനോ ദിലീപോ ഒന്നുമല്ല വിഷയം. ദിലീപിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു. പലർക്കും ദിലീപിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് കണ്ടു. ദിലീപിനെതിരെ കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടെ അന്നും മാധ്യമങ്ങൾ എടുത്ത് അലക്കുന്നത് കണ്ടില്ല. ഞാൻ പറയുന്നത്, ഇപ്പം VD സതീശനായാലും ദിലീപായാലും വേറെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും കാശുള്ള ആൾക്കാരായാലും അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും അയ്യപ്പൻ എന്ന് പറയുന്ന ശാസ്താവിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കും. പുള്ളിയുടെ മുമ്പിൽ അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരായിരിക്കാം. പക്ഷേ അവിടെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരുടെ മുമ്പിലോ അവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികളുടെ കീഴിലോ ഒന്നും എല്ലാവരും സമന്മാരല്ല. അവർക്ക് പ്രത്യേകതയുണ്ട്.
ഈ സ്വാധീനമുള്ളവർ, കാശുള്ളവർ, അവർക്കെല്ലാം പ്രത്യേകതയുണ്ട്. അവർക്കെല്ലാം VIP പരിഗണന കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയും ഇതുകൊണ്ട് കോടതി ഇടപെട്ടതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. കാരണം പരിഗണനകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സാധാരണ ആൾക്കാർ നമ്മൾ നേരത്തെ കാണുന്ന പോലെ ഇടികൊണ്ട് അവിടെ ചെല്ലുക, പെട്ടെന്ന് തെല്ലി മാറ്റുക, വീണ്ടും ദർശനം നടത്തണമെങ്കിൽ വീണ്ടും ക്യൂ നിന്ന് കയറി വരിക. ഇവർക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, ശബരിമല അയ്യപ്പനെ തൊഴാം, എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, അവർക്ക് തൊഴുതുകൊണ്ടേ ഇരിക്കാം അല്ലേ. അതാണ് VIPകൾക്കുള്ള പ്രത്യേകത. അത് ഇനി മാറാനൊന്നും പോകുന്നില്ല. ഭരണം മാറിയാലൊന്നും ഇത് മാറുമോ എന്നൊന്നും തോന്നുന്നില്ല. ഇത് ഭരണം ഇല്ല, പക്ഷേ ഇത് ചില സ്വാധീന ശക്തികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് കിട്ടുന്നത്. അത് VIP പരിഗണന എന്നും എല്ലാ കാലത്തും ഇനി നാളെയും ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.